നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്ക് തുറന്നു. 15 പദ്ധതികൾക്കായി ചെലവഴിച്ചത് 283 കോടിയിലധികം രൂപ. 10 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിൽ നടപ്പാക്കിയത് 1150 കോടി രൂപയുടെ പദ്ധതികൾ. സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് നെല്ല് സംഭരിച്ചു തുടങ്ങിയതായി കൃഷിമന്ത്രി പി പ്രസാദ്. ജില്ലയിലെ ഏറ്റവും വലിയ പോളി ഹൌസിൽ കാർഷിക വിളകളുടെ വിളവെടുപ്പ്. KSTS സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് സമാപിച്ചു. കുട്ടികൾക്കിടയിൽ വർഗീയത പടർത്താൻ ശ്രമം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊൻകുന്നത്തിന് ഇനി ഉത്സവ ദിനങ്ങൾ. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് നാളെ കൊടിയേറും. ഞായറാഴ്ച വരെ എല്ലാ ദിവസവും ഉത്സവബലി. വാർത്തകൾ വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കിഫ്ബിയിലൂടെ 1.5 ലക്ഷം കോടി രൂപയുടെ വികസനം നടപ്പാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയിൽ നിന്നും 257 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പുതിയ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ 15 വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 10 വർഷം കൊണ്ട് കിഫ്ബിയിലൂടെ 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി ലക്ഷ്യമിട്ടതെങ്കിലും അത് 62,000 കോടി രൂപയായി ഉയർന്നു. ഈ സർക്കാരിന്റെ കാലത്ത് അത് 1 ലക്ഷം കോടി രൂപയിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് സംസ്ഥാനത്ത് അത്ഭുതകരമായ മാറ്റമാണ് 10 വർഷവും കൊണ്ടുണ്ടായത്. ലാഭത്തിൽ മാത്രം കണ്ണുനട്ട് പ്രസിദ്ധമായ ചില സ്വകാര്യ ആശുപത്രികളിലേക്ക് ആഗോള ഭീമന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവിടങ്ങളിൽ സൗകര്യങ്ങളിലൊന്നും മാറ്റമില്ലെന്നും ചികിത്സയ്ക്ക് ഈടാക്കുന്ന തുകയിൽ വലിയ വർധനയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതും മികച്ച സ്വകാര്യ ആശുപത്രികളോടും കിടപിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സർക്കാർ ആശുപത്രികളെ ഉയർത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നവകേരളം എന്നത് സങ്കല്പമല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും അവിടേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ തലയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നത് നിങ്ങളോട് പ്രത്യേകമായി പറയേണ്ടത്. മധ്യ കേരളത്തിലെ ആരോഗ്യ പരിപാലന കാര്യത്തിൽ സംശയമില്ലാതെ പറയാൻ പറ്റും ഏറ്റവും മികവാർന്ന സ്ഥാപനമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതിവിപുലമായ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കാനും മികച്ച ചികിത്സ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാക്കാനും സാധിച്ചെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മാത്രമല്ല രാജ്യത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിലും ചികിത്സയിലും പുതിയ റെക്കോർഡുകൾ അനേകം സൃഷ്ടിച്ച മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചു 283.5 കോടി രൂപയുടെ 15 പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പൂർത്തീകരിച്ച പദ്ധതികളാണ്. 1150 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയതെന്നും കിഫ്ബി വഴി സർക്കാർ നൽകിയ പിന്തുണയിലൂടെയാണ് ഇത് സാധ്യമായതെന്നും ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ 10 വർഷത്തിനുള്ളിൽ ഈ മെഡിക്കൽ കോളേജിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ മെഡിക്കൽ കോളേജിൽ ഒരു ദശാബ്ദത്തിന് മുമ്പ് വന്ന ഒരാൾ പഴയ മെഡിക്കൽ കോളേജാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ കവാടങ്ങൾ മുതൽ ഓരോ വാർഡിലും ഓരോ മുക്കിനും ഓരോ മൂലയിലും ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന അത്ഭുതകരമായ നേട്ടങ്ങളുടെ ഉള്ളടക്കം. എംപിമാരായ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ KV വിശ്വനാഥൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P പുന്നൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. 7.88 കോടി രൂപ ചെലവഴിച്ചുള്ള കാത്ത് ലാബ്, 6 കോടി രൂപ മുതൽ മുടക്കിയുള്ള പാരാമെഡിക്കൽ ഹോസ്റ്റലിന്റെ പൂർത്തിയാക്കിയ 1ാം ഘട്ടം, 4.28 കോടി രൂപ വിനിയോഗിച്ചുള്ള ക്യാൻസർ ബ്ലോക്കിലെ 32
സ്ലൈസ് CT സ്കാനിംഗ് സംവിധാനം, 1.25 കോടി രൂപ വിനിയോഗിച്ചുള്ള നവീകരിച്ച പ്രധാന കവാടം, 1.20 കോടി രൂപ വിനിയോഗിച്ചുള്ള ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരുക്കിയ നവജാത ശിശു പരിചരണ യൂണിറ്റ്, 64.57 ലക്ഷം രൂപ മുടക്കിയ സ്കിൻ ബാങ്ക്, 60 ലക്ഷം രൂപ ചിലവിൽ ക്രഷ്, 64.2 ലക്ഷം രൂപ ചെലവിൽ ലാക്ടേഷൻ മാനേജ്മെന്റ് സെന്റർ, CRS ഫണ്ട് ഉപയോഗിച്ച് സജ്ജമാക്കിയ കാർഡിയാക് റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്കിലെ ഉപകരണങ്ങൾ, എക്കോ മെഷീൻ, CM മെഷീൻ, വെന്റിലേറ്ററുകൾ എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരണം തുടങ്ങിയെന്ന് കൃഷി മന്ത്രി P. പ്രസാദ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പോളി ഹൌസിലെ കാർഷിക വിളകളുടെ വിളവെടുപ്പ് ഏറ്റുമാനൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ സജ്ജമാക്കിയ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പോളി ഹൌസിലെ കാർഷിക വിളകളുടെ വിളവെടുപ്പ് കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. സംസ്ഥാനത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരണ നടപടികൾക്ക് പാലക്കാട്ട് തുടക്കം കുറിച്ചതായി മന്ത്രി പറഞ്ഞു. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ാണ് നെല്ല് സംഭരണം ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മേഖലയിലൂടെ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിച്ചതും ഇന്ന് മാതൃകാപരമായി അത് ചെയ്തതും അദ്ദേഹമാണ്. നെല്ലെടുത്താൽ ഉടൻ പൈസ കൊടുക്കണം എങ്ങനെ ഒക്കും? കേരളത്തിൽ ഒരു സഹകരണ മേഖലയുണ്ടല്ലോ. ഉദാരമായ നിലപാടുമായി CVN വാസവൻ എന്ന സഹകരണ വകുപ്പ് മന്ത്രി ഞങ്ങൾ പൈലറ്റായിട്ട് പാലക്കാട്ട് സഹകരണ വകുപ്പിലൂടെ നെല്ല് സംഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത അറിയിക്കുകയാണ്. പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നില്ല അതിനകത്ത് ചിലപ്പം, കാരണം ആദ്യമായിട്ട് തുടങ്ങുകയാണ്. എന്ത് പോരായ്മകളിലും പരിഹരിക്കാൻ ഈ മന്ത്രി നേരിട്ട് പാലക്കാട്ട് ചെന്ന് നിന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നേതൃത്വം. ഏറ്റുമാനൂർ പാലാ റോഡിലെ മങ്കര കലുങ്കിന് സമീപം നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. സഹകരണ മേഖലയിലൂടെ കാർഷിക മേഖലയിലും ശ്രദ്ധേയമായ വികസനം സാധ്യമാക്കിയതായി അദ്ദേഹം പറഞ്ഞു. സംഘങ്ങൾ, കൃഷിക്കാരുടെ തന്നെ ചെറുതും വലുതുമായ കൂട്ടായ്മകൾ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന സ്വാശ്രയ സംഘങ്ങൾ, അവർക്ക് ആവശ്യമായ വായ്പ കൊടുക്കാൻ ഞങ്ങൾ സഹകരണ മേഖലയിൽ വന്നു. അപ്പോൾ സഹകരണ മേഖലയും കാർഷിക മേഖലയും പരസ്പരം ബന്ധപ്പെട്ടതാണ്. രണ്ടും തമ്മിൽ നാഭീനാള ബന്ധമാണ്. അപ്പോൾ ഈ നിലയിൽ പരസ്പരം ബന്ധപ്പെട്ട ആ മേഖലയെ വളർത്താൻ വേണ്ടി വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടന്ന് ഇന്ന് എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ. കാർഷിക രംഗത്ത് നവീന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഏറ്റുമാനൂർ കൃഷിഭവന്റെ സഹായത്തോടെയാണ് റൂട്ട്സ് ആൻഡ് ഗ്രീൻസ് ഓർഗാനിക് ഫാം പോളി ഹൌസ് പദ്ധതി നടപ്പാക്കിയത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നേതൃത്വത്തിൽ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പോളി ഹൌസ് നിർമ്മിച്ചത്. ചടങ്ങിൽ ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷൻ ടോമി കുരുവിള, ഉപാധ്യക്ഷൻ പുഷ്പ വിജയകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിബിൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുട്ടികൾക്കിടയിൽ വർഗീയത പടർത്താൻ ശ്രമം നടത്തുന്നുവെന്നും വിദ്യാലയങ്ങൾ മതനിരപേക്ഷിതമായി തുടരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന സമാപനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഗാന്ധി ഘാതകരെ ചരിത്ര പുരുഷന്മാരാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഗാന്ധിവധം പാഠ്യപദ്ധതിയിൽ നിന്ന് മാറ്റാനുള്ള നീക്കമാണ് BJPയും RSSും നടത്തുന്നത്. ഈ നീക്കത്തെ എതിർത്തത് കേരളം മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗാന്ധിയെ വധിച്ചവരെ മറച്ചു വെക്കണം, ചരിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് അവരെ മാറ്റിക്കളയും. ആ മതത്തിൽ പങ്കുള്ളവരെ വീരപുരുഷന്മാരായി വലിയ തോതിൽ ആദരിക്കുകയാണ്. അതും നമ്മുടെ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനം, അത് നമ്മുടെ കേരളമാണ്. ഈ ഗാന്ധിവധം പാഠഭാഗങ്ങളിൽ നിന്ന് നീക്കാതെ അത് പ്രത്യേകമായി പഠിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. കുട്ടികൾക്കിടയിൽ വർഗീയത പടർത്താൻ ശ്രമം നടത്തുന്നുവെന്നും വിദ്യാലയങ്ങൾ മതനിരപേക്ഷിതമായി തുടരണമെന്നും അധ്യാപകർ അതിനായി ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
പുസ്തകം കൊടുക്കലിന് തുഗ്ലക് പരിഷ്കാരമെന്ന് ആക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് UDFന്റെ കാലത്തെ കാര്യങ്ങൾ ഓർക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജൂൺ മാസത്തിൽ കൊടുക്കേണ്ട പാഠപുസ്തകങ്ങൾ നേരത്തെ തയ്യാറാക്കാൻ കഴിഞ്ഞു. ഇത് ഒരു വലിയ മാറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി VN വാസവൻ, ജോസ് കെ മാണി MP, LDF നേതാക്കൾ, KSTA പുതിയ സംസ്ഥാന പ്രസിഡന്റ് ബീന തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ നൂറുകണക്കിന് അധ്യാപകർ പങ്കെടുത്തു. കോട്ടയം പോപ്പ് മൈതാനിയിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. ബാൻഡ് മേളവും ചെണ്ടമേളവും വിവിധ കലാരൂപങ്ങളും അകമ്പടിയായി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി KSTA രൂപീകരിച്ച അധ്യാപക ബ്രിഗേഡ് യൂണിഫോം ധരിച്ച് ബാൻഡിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നത്തിന് ഇനി ഉത്സവ ദിനങ്ങൾ. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് നാളെ കൊടിയേറും. വൈകുന്നേരം 5:30 നടക്കുന്ന തൃക്കൊടിയേറ്റിന് ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി ഇടനാട് കുന്നപ്പള്ളി ഇല്ലം നാരായണൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിക്കും. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും ഉത്സവബലിയും ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച കുംഭഭരണി ദിനത്തിൽ പകൽ 11 മണിക്കാണ് കുംഭകുട നൃത്തം. വൈകിട്ട് 6 മണിക്ക് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രച്ചിറയിൽ തിരുവാറാട്ടം നടക്കും. ജില്ലാ പോലീസിന്റെ DDADന്റെ ആഭിമുഖ്യത്തിൽ ആശാവർക്കർമാർക്കായി പൊൻകുന്നത്ത് ശില്പശാല നടത്തി. സൈബർ കുറ്റകൃത്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നത് സംബന്ധിച്ചായിരുന്നു ശില്പശാല. കോട്ടയം ജില്ലാ പോലീസിന്റെ ഡിജിറ്റൽ അഡിക്ഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആശാവർക്കർമാർക്കായി പൊൻകുന്നത്ത് ശില്പശാല നടത്തി. സൈബർ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചുമായിരുന്നു ശില്പശാല. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ശില്പശാല DYSP വിശാൽ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക് സെൽ DYSP KR ബിജു ക്ലാസ് എടുത്തു. പഴയ തലമുറയിലുള്ളവർക്ക് പുത്തൻ സാങ്കേതിക വിദ്യയിലെ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുമാത്രം വിപ്ലവകരമായ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു 75-76 ജനിച്ച ആൾക്കാർക്ക് അറിയാം അന്നത്തെ അവസ്ഥ എന്തായിരുന്നു. 80-ൽ എന്തായിരുന്നു അവസ്ഥ, 90-ൽ എന്തായിരുന്നു അവസ്ഥ, 2000-ൽ എന്തായിരുന്നു അവസ്ഥ. ഇപ്പോൾ 2026 2000-ലുള്ള അവസ്ഥ പോലും ഇപ്പോൾ വളരെ പ്രകടമായിട്ട് മാറി മറിഞ്ഞിരിക്കും. ഇന്നത്തെ ചുറ്റുപാട് ചിലപ്പോൾ നിങ്ങളിലും ഈ പറയുന്ന 50 വയസ്സുള്ള ആൾക്കാർക്ക് ഒന്ന് ദഹിക്കാൻ പോലും പ്രയാസമായി. ഇന്നത്തെ തലമുറയുടെ ജീവിത രീതി, അവരുപയോഗിക്കുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും പ്രയാസമായി. അത്രമാത്രം വ്യത്യാസം വന്നിരിക്കുകയാണ് ഈ മേഖല. സാങ്കേതിക വിദ്യ, വിവര സാങ്കേതിക വിദ്യ എന്ന് പറയും. ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നതിലെ ദൂഷ്യവശങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സംബന്ധിച്ച് കോർഡിനേറ്റർ പ്രീതി K രവി ക്ലാസ് എടുത്തു. കുഞ്ഞുങ്ങൾ നേരം എടുക്കുമ്പോൾ തൊട്ട് രാത്രി വരെ മൊബൈൽ കാണുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതാണ് ഈ അഡിക്ഷനിലേക്ക് പോകാനുള്ള, നമ്മുടെ സ്ക്രീൻ ടൈം എന്തുമാത്രം കൂടുന്നോ അതനുസരിച്ച് നമ്മൾക്ക് അഡിക്ഷനിലേക്ക് വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഈ 5 വയസ്സുള്ള കുട്ടികളുടെ മൊബൈലിൽ നമുക്ക് എത്ര നേരം കൊടുക്കാൻ പറ്റും? 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ അതാണോ ചെയ്യുന്നത്? ഞാൻ ഉൾപ്പെടെയുള്ളവർ അതല്ല ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കോ ഒരു 2 മണിക്കൂർ. ഗ്രാജുവലി നമ്മൾക്ക് അവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് അവരെ മൊബൈൽ ഫോണിന്റെ യൂസേജും കൂട്ടിക്കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ പാരൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നാർക്കോട്ടിക് സെൽ SI സമീർ, ഗോപകുമാർ, ഡിഫൻഡർമാരായ പ്രസീജ, രമ്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലാ ആസൂത്രണ സമിതി വികസന സെമിനാർ നടന്നു. കോട്ടയം ജില്ലയുടെ വികസനം മുന്നിൽ കണ്ടുള്ള നിർദ്ദേശങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. കോട്ടയം ജില്ലയുടെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ ആസൂത്രണ സമിതി പദ്ധതി വികസന സെമിനാർ. ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോഷി ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും വികസന നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ചു. കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്ര ഫണ്ടുകൾ നഷ്ടപ്പെടാതെ വാങ്ങിച്ചെടുക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് യോഗത്തിൽ സംസാരിച്ച അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. കോട്ടയത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള കാര്യങ്ങൾ വികസന സെമിനാറിന്റെ നിർദ്ദേശമായി ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു.
ഒരു കണക്ടിവിറ്റി, അതായത് നമ്മുടെ ഇതിൽ പോകുന്ന NH-183, NH-66 എറണാകുളം ആ മേഖലയിലുള്ള ഒരു കണക്ടിവിറ്റിക്കുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അതൊരു പുതിയ NH ആയിട്ട് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് NH-കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ NH. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നാഷണൽ ഹൈവേയുടെ ഫണ്ടിങ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അത് ഇതിലൊന്നും ഇല്ല. നമ്മുടെ ഇതിന്റെ ഒരു ചർച്ചയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിനോട് ഈ ഒരു സ്ട്രെച്ച് 60 കിലോമീറ്റർ വരുന്ന മുളങ്കുഴയിൽ നിന്ന് തുടങ്ങി കൊണ്ടന്നൂർ ബൈപ്പാസ് വരെ എത്തുന്ന ഈ ഒരു സ്ട്രെച്ച് അതൊരു എലിവേറ്റഡ് പാത്ത് എന്നുള്ള നിലയാണ് കേന്ദ്രമന്ത്രിയുമായി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതിനോട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. വികസന നയ രൂപീകരണത്തിൽ തദ്ദേശതലം മുതലുള്ള ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ ഏറെ വിലപ്പെട്ടതാണെന്ന് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MP അനിൽകുമാർ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PA അമാനത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചങ്ങനാശ്ശേരി സെന്റ് ബർക്ക്മാൻസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഈ മാസം 28-ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30 കോളേജിലെ ആർച്ച് ബിഷപ്പ് കാവുകാട്ട് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് കോളേജ് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശതാബ്ദി സ്മാരകമായി കോളേജിൽ സ്ഥാപിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണനെ കോളേജിന്റെ രക്ഷാധികാരിയും ചങ്ങനാശ്ശേരി അദ്വൈത മെത്രാപ്പൊലീത്തയുമായ മാർ തോമസ് തറയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ കോളേജ് കവാടത്തിൽ സ്വീകരിക്കും. തുടർന്ന് കാവോട്ട് ഹാളിൽ ശതാബ്ദി സമാപന സമ്മേളനം നടക്കും. അഭിവന്യ തോമസ് തറയിൽ പിതാവ് ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കും. കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, സഹകരണ തുറമുഖ മന്ത്രി ശ്രീ PN വാസവൻ, നമ്മുടെ ഈ മണ്ഡലത്തിന്റെ മാവേലി 3:30 മുതൽ 4:30 വരെയുള്ള ഔദ്യോഗിക പരിപാടിയുടെ ഉള്ളടക്കം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്ക് തുറന്നു. 15 പദ്ധതികൾക്കായി ചെലവഴിച്ചത് 283 കോടിയിലധികം രൂപ. 10 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിൽ നടപ്പാക്കിയത് 1150 കോടി രൂപയുടെ പദ്ധതികൾ. സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് നെല്ല് സംഭരിച്ചു തുടങ്ങിയതായി കൃഷിമന്ത്രി P. പ്രസാദ്. ജില്ലയിലെ ഏറ്റവും വലിയ പോളി ഹൌസിൽ കാർഷിക വിളകളുടെ വിളവെടുപ്പ്. KSTA സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് സമാപിച്ചു. കുട്ടികൾക്കിടയിൽ വർഗീയത പടർത്താൻ ശ്രമം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊൻകുന്നത്തിന് ഇനി ഉത്സവ ദിനങ്ങൾ. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് നാളെ കൊടിയേറും. ഞായറാഴ്ച വരെ എല്ലാ ദിവസവും ഉത്സവ ബലി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.